എന്തായാലും ഒരു പാട്ടിട്ട് കൊടുക്കാം. ഓണമല്ലേ, എല്ലാവർക്കും ഒരു ഓളാവും. അത് നമുക്കിപ്പോ കിട്ടും തോന്നില്ല. ഇത് വെച്ച് പോതാ. എനിക്ക് മുണ്ടെടുക്കാനും അറിയാം, ആവശ്യം വന്നാൽ അത് മടക്കി കുത്താനും അറിയാം. ഈ മുണ്ടൊന്നും ശരിക്കും ഉടുക്കാൻ പറ്റില്ലല്ലോ കർത്താവേ. നമ്മള് മാത്രം ഓണായിട്ട് ജീൻസ് ഒക്കെ ഇട്ട് വന്നാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ മുണ്ടൊക്കെ എടുത്ത് വരാന്ന്. എടാ ഈ മുണ്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നടക്കാനൊക്കെ വലിയ പാടാണ്. ഇത്രയും ബാക്കിയുണ്ട കട്ട് ചെയ്ത് കളഞ്ഞാലത് സാരി കണ്ടുപിടിച്ചവനെ തല്ലിക്കൊള്ളു. തനിക്കല്ലായിരുന്നു നിർബന്ധം എന്നെ കൊണ്ട് സാരി ഉടുപ്പിക്കാൻ. എന്നാ പിന്നെ സ്വയം ഞൊറിഞ്ഞെടുത്തോ. ഉദാരമായി സംഭാവന ചെയ്യുക. വെറുതെ വെറുതെ ഞങ്ങൾ ഒടിഞ്ഞു പോലത്തെ സംഭാവനകൾ കൂമ്പാരമായാൽ പരിപാടി ഗംഭീരമാവും. നാണല്ലോ എന്തിനാ നാണിക്കുന്നത്? ഓശാരത്തിനല്ലോ, നല്ലോണം തെണ്ടിയിട്ടല്ലേ. ഓണം വന്നു കഴിഞ്ഞാൽ മാവേലിന്റെ വേഷം കെട്ടി ഓണക്കൂടിയും കൂടി വയറും കാണിച്ച് പുറത്തു നിൽക്കണം. ക്രിസ്മസ് വന്നു കഴിഞ്ഞാൽ ക്രിസ്മസ് അപ്പൂപ്പനായി നട്ടപ്പൊരു വെയിലത്ത് നിൽക്കണം. ഇനി പെരുന്നാൾ വന്നു കഴിഞ്ഞാൽ ഇനി അറക്കാൻ കൊടുക്കണം അപ്പാൻ. ചേട്ടന്റെ ക്ലാസ്സിൽ പൂടുന്നില്ല? ഉണ്ട്, ഇടുന്നുണ്ട്. അവിടെ പൂടുന്നുണ്ടെങ്കിലും ഇവിടെ പൂടുമ്പോഴാ ഒരു മനസ്സുഖം. ഉണ്ടാവും. രാവിലെ അത്തപ്പൂക്കളൊക്കെ ഇട്ട് ഉച്ചയ്ക്ക് ഇലയൊക്കെ ഇട്ട് അമ്മ ഉണ്ടാക്കുന്ന സദ്യയും പായസവും കൂട്ടി അടിച്ചിട്ട് ഓണപ്പരിപാടിയൊക്കെ ആയിട്ട് ഉറിയടിയും വടംവലിയും. നഷ്ടപ്പെടേണ്ടത് നഷ്ടപ്പെട്ടു. This is banana tree competition. Full of oil. Man climb. ഊർന്നു പോകാതെ അള്ളി പിടിച്ചിരിക്കുന്നവൻ വിന്നർ. അതുകൊണ്ട് നീ കണ്ണൊക്കെ കെട്ടിട്ട് പോയാ മതി. മിണ്ടാതിരി ചെന്നോക്ക്. കണ്ണ് കെട്ടിട്ട് എങ്ങനെ നോക്കണത്? നീ നോക്കൊന്നും വേണ്ട. അതിനകത്ത് എന്നിട്ട് കണ്ണിന്റെ കെട്ടൂരും ഞാൻ നിന്റെ എല്ലൂരും പറഞ്ഞേക്കാം. മത്സരാർത്ഥികളെ ശ്രദ്ധിക്കുക, ഇത് ബൈക്ക് സ്ലോ റേസ് ആണ്, സ്പീഡ് റേസ് അല്ല. കാലൂത്തിയ ബോളാണ്, കാലൂത്തിയ ബോളാണ്. അതൊക്കെ ഒരു കാലം.